നമസ്കാരം, rareandrealന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ജോലിയുമായി ബന്ധപ്പെട്ട് ചില പ്രമുഖ കമ്പനികൾ നിരോധിച്ചിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അവ എന്തെല്ലാമെന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കാൻ പോകുന്നത്. നിങ്ങൾ ഇതുവരെ ഈ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്തിരുന്നാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ ഉടൻ തന്നെ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ്. ഇതുപോലുള്ള ഉപകാരപ്രദമായ നല്ല അറിവുകൾ നിങ്ങൾ ബന്ധുക്കളിലേക്കും സുഹൃത്തുക്കളിലേക്കും എത്തിക്കുവാൻ ദയവായി ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഗ്രാമർലി എന്ന ഗ്രാമർ തിരുത്തുന്ന ആപ്പും മൈക്രോസോഫ്റ്റിന്റെ ഉദ്യോഗസ്ഥർ ജോലി സമയത്ത് ഉപയോഗിച്ചുകൂടാ. തങ്ങളുടെ പ്രശസ്തമായ വേർഡിന് സുശക്തനായ എതിരാളിയാണ് ഗ്രാമർലി. ഇതാണ് ഈ നിരോധനത്തിന് പിന്നിലെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. മൈക്രോസോഫ്റ്റ് ജോലിക്കാർ സ്ലാക്ക് ആപ്പിന്റെ ഫ്രീ വെർഷൻ ഉപയോഗിക്കേണ്ടെന്നും നിബന്ധന കൊണ്ടുവന്നിട്ടുണ്ട്. മൈക്രോസോഫ്റ്റ് തങ്ങളുടെ ഓഫീസുകളിൽ ചിരവൈരിയായ ഗൂഗിളിന്റെ ജനപ്രിയ സേവനമായ ഗൂഗിൾ ഡോക്സ് സേവനം പ്രയോജനപ്പെടുത്തുന്നതിന് വിലക്കുണ്ട്. ഈ ആപ്പ് ഉപയോഗിക്കാൻ ഒരു ജോലിക്കാരൻ തീരുമാനിച്ചാൽ അത് തന്റെ ബിസിനസ് തലത്തിൽ എന്തു ഗുണമാണ് ചെയ്യുന്നതെന്ന് ആരാണോ ഉപയോഗിക്കുന്നത് അവർ വിശദീകരിക്കണം. അടുത്തിടെ ആമസോൺ കൊണ്ടുവന്ന പുതിയൊരു വിലക്കാണ് ജോലി സമയത്ത് ആരും കാലാവസ്ഥാ വ്യതിയാനങ്ങളെക്കുറിച്ചോ തങ്ങളുടെ കമ്പനി പരിസ്ഥിതിക്ക് ഏൽപ്പിക്കുന്ന ആഘാതത്തെക്കുറിച്ചോ ചർച്ച ചെയ്യരുതെന്ന് ലോകത്തെ ഏറ്റവും വലിയ ടെക്നോളജി കമ്പനികളിലൊന്നായ ഫേസ്ബുക്കിന്റെ ജോലിക്കാരോട് അനൌദ്യോഗികമായി പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ഐഫോൺ ഉപയോഗിക്കരുതെന്ന്. കമ്പനിയുടെ മേധാവി മാർക്ക് സക്കർബർഗും ഐഫോൺ ഇറക്കുന്ന ആപ്പിൾ കമ്പനിയുടെ തലവൻ ടീം കുക്കുമായുള്ള വാഗ്വാദങ്ങളാണ് ഇതിനു പിന്നിലെന്നാണ് അനുമാനം. ഫേസ്ബുക്കിന്റെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റങ്ങളും കുക്കും മുൻ മേധാവി സ്റ്റീവ് ജോബ്സും തുറന്ന് മുൻപേ എതിർത്തിട്ടുണ്ട്. IBMൽ പെൻഡ്രൈവുകളും മൈക്രോ SD കാർഡും എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്കുകളും ഉപയോഗിച്ചുകൂടാ. യൂബറിന്റെ ജോലിക്കാർ ടെലിഗ്രാം, വാട്സാപ്പ് തുടങ്ങിയ മെസ്സേജിംഗ് ആപ്പുകൾ ഉപയോഗിക്കുന്നതിന് വിലക്കേർപ്പെടുത്തിയിരിക്കുകയാണ്. ശതകോടീശ്വരൻ ഇലോൺ മസ്കിന്റെ കമ്പനിയായ ടെസ്ലയിൽ ബ്ലൈൻഡ് ആപ്പ് ഉപയോഗിക്കുന്നത് നിരോധിച്ചിരിക്കുകയാണ്. ഈ ആപ്പിലൂടെ ആളറിയാതെ കമ്പനിക്കെതിരെ വിമർശനങ്ങൾ ഉതിർക്കാം എന്നതാണ് ഇത് നിരോധിക്കാൻ പ്രധാന കാരണം. ഇതുപോലുള്ള നല്ല വീഡിയോകൾ നിങ്ങളുടെ ബന്ധുക്കളിലേക്കും സുഹൃത്തുക്കളിലേക്കും എത്തിക്കുവാൻ ദയവായി ഈ വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി മറ്റൊരു എപ്പിസോഡിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.